നമസ്കാരം. ഞാൻ സംഘടനയെ പ്രതിനിധീകരിച്ചോ ഏതെങ്കിലും ജാതിയെ പ്രതിനിധീകരിച്ചോ അല്ല. കാരണം പത്രക്കുറിപ്പിൽ ഇങ്ങനെ ഒരു എന്താണ് ഏതിനെ കുറിച്ചാണെന്ന് കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. പൊതുവായിട്ട് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നു എന്നറിഞ്ഞത് കൊണ്ടാണ് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ പേര് മൻസൂർ അലി കാപ്പുങ്കൽ. ഒത്തിരി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇതിൽ നിയമപരിഷ്കാര കമ്മീഷൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ പരാതികൾ കുറച്ചെങ്കിലും പോയിൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഇതിൽ ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഉദ്യോഗാർത്ഥികൾ എന്ത് കേസിന് പോയി കഴിഞ്ഞാലും PSC പറയുന്നത് അവർക്ക് 2018 ഡിസ്ക്രിഷണറി പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമത്തിൽ എന്തിനു പരാതി പോയി കഴിഞ്ഞാലും അതിൽ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത്. സാർ നേരത്തെ പറഞ്ഞു 3 ഇരട്ടി 5 ഇരട്ടി എന്നുള്ളൊരു കണക്ക് പറഞ്ഞു. അത് നിലവിലുള്ള ഒഴിവിൻ്റെ ആണോ അതോ പ്രതീക്ഷിത ഒഴിവുകളെല്ലാം ചേർത്താണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ അതിൽ തന്നെ നിലനിൽപ്പുണ്ട്. കാരണം കഴിഞ്ഞ LGSന്റെ ഇപ്പോൾ PSC പുതിയ ഈ കൊറോണ കാലത്താണ് പരിഷ്കാരം കൊണ്ടുവന്നത്. പ്രിലിംസ് മെയിൻസ് എന്നുള്ള 2 ഘട്ടം കൊണ്ടുവന്നത്. അങ്ങനെ ഈ 2 ഘട്ടം കൊണ്ടുവന്നപ്പോൾ LGS പോലുള്ള പരീക്ഷയ്ക്ക് പിന്നെ ഒരു സെലക്ഷൻ പ്രോസസ്സോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് 11, 12, 13 ഒക്കെ കട്ട് ഓഫ് ഇട്ട് 2,81,000 പേരെയാണ് മെയിൻസിന് ഇരുത്തിയത്. അതിൻ്റെ ആകെ ഒരു ജില്ലയിൽ ഒരു മാക്സിമം വരുന്നതെന്ന് പറയുന്നത് 2,000, 3,000 പേരാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്. അപ്പം അത്രയും പേരെ പ്രതീക്ഷ കൊടുത്ത് മെയിൻസിന് ഇരുത്തുകയും എന്നാൽ ഫിസിക്കലുള്ള ഒരു പരീക്ഷയായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നോർമലി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഫിസിക്കൽ നടത്തി കഴിഞ്ഞാൽ 17-18% പേരാണ് ഫിസിക്കൽ ആകെ പാസ്സാവാറുള്ളത്. ആ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന കട്ട് ഓഫ് ഇട്ടിട്ട് ഈ പ്രിലിംസിൽ നിന്ന് ആകെ സെലക്ട് ചെയ്തത് 6,400 പേരെയാണ്. ഞാൻ 2014 SIയുടെ ഫിസിക്കൽ പാസ്സായ ഒരു ഉദ്യോഗാർത്ഥി ആയിരുന്നു. അന്ന് 100 പേരെ ഫിസിക്കലിന് ഇരുത്തിയിട്ട് വെറും 13 പേരാണ് ഫിസിക്കൽ പാസ്സായത്. ആ ഒരു അർത്ഥത്തിൽ ഒരു 15,000 പേർക്കെങ്കിലും മെയിൻസിന് പരീക്ഷയ്ക്കെങ്കിലും അവസരം കൊടുക്കണം, ജോലിക്ക് അവസരം കൊടുക്കണം എന്ന് പറയുന്നില്ല, പരീക്ഷയ്ക്കെങ്കിലും അവസരം കൊടുക്കേണ്ടതിന് പകരം വെറും 6,400 പേർക്ക് കൊടുക്കുകയും ഇനി അതിൽ നിന്ന് മെയിൻസ് കഴിഞ്ഞ് മാക്സിമം ഒരു 2,000, 3,000 വന്നാൽ തന്നെ ഇത്രയും വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച ആളുകൾ ഫിസിക്കൽ പാസ്സായി PSCക്ക് പ്രതീക്ഷിത ഒഴിവുകൾ പോലും നികത്താനുള്ള ആളുകളെ കിട്ടുകയില്ല. ആ ഒരു സമയത്ത് എന്തിനാണ് ഇത്രയും ചുരുക്കിയിട്ട് പ്രിലിംസിൽ ആളെ കുറയ്ക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം. അപ്പൊ തസ്തിക അറിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിൽ ആളുകളെ അതിനനുസരിച്ച് എണ്ണം ചേർക്കണം എന്നുള്ള ഒരു ആവശ്യം. രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ സെക്രട്ടറി റെസിഡന്റ് ഒക്കെ ആണെങ്കിൽ വെറും 15 ഒഴിവുകളൊക്കെയാണ്. ഓക്കെ, അപ്പൊ വരാനിരിക്കുന്ന 3 വർഷത്തിൽ വരുള്ളൂ. അപ്പൊ പ്രതീക്ഷിത ഒഴിവുകൾ ഇതിൽ ചേർക്കുന്നുണ്ടോ? നോട്ടിഫൈഡ് വേക്കൻസികളുടെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തമുള്ള നോട്ടിഫൈഡ് വേക്കൻസികളുടെ കണക്കെടുത്തിട്ടാണ് 3 ഇരട്ടി മെയിൻ ലിസ്റ്റിലും 5 ഇരട്ടി സപ്ലിമെന്ററിലും ഉൾപ്പെടുന്നത്. ഓക്കെ, അത് എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വേക്കൻസികളും കൂടി വരുന്നത് ഇതിൽ തന്നെ എടുക്കും. ഓക്കെ, പക്ഷെ ഇതിൽ പലതിലും ഈ ലിസ്റ്റ് തികയാതെ വരുന്നു. ഇപ്പോ ലാസ്റ്റ് വന്ന LP ലിസ്റ്റില് ഉണ്ട്. അതെ, മലപ്പുറം ജില്ലയിൽ 900 പേരാണ് ലിസ്റ്റിലുള്ളത്. അതിൽ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ 746 അഡ്വൈസ് പോയി. ഇനി ആ ലിസ്റ്റ് കൂടുതൽ 3 വർഷക്കാലം നിലനിൽക്കില്ല. അപ്പൊ ഇതിന് നിയമപരിഷ്കാര കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, അത് 3 വർഷ കാലയളവ് ഉണ്ടെന്നുള്ള രീതിയിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. ലിസ്റ്റിന്റെ കാലാവധി ആ 3 വർഷ കാലാവധിക്കകം ജസ്റ്റ് എക്സോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമല്ലോ. പക്ഷെ ആ ഒരു ജില്ല മാത്രമേ തീരുന്നുള്ളൂ, ബാക്കി 13 ജില്ലകളും തീരുന്നില്ല. അത് പരിശോധിക്കാം കേട്ടോ. അപ്പൊ അതൊരു ഒരാവശ്യം എന്നുള്ളത്. മറ്റൊന്ന് പറയുന്നത്, ഈ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. PSC ഇത്ര കാലമുള്ള റിസൾട്ടിന്റെ കാലതാമസം, പരീക്ഷ നടത്താനുള്ള കാലതാമസം, ഇതെല്ലാം ഒഴിവാക്കുന്നു, പഴഞ്ചൻ ആ ഏർപ്പാട് അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത്. പക്ഷെ പ്രിലിംസ് തന്നെ ഒരു 6 സ്റ്റേജായി നടത്തുമ്പോൾ വീണ്ടും പ്രിലിംസിനായിട്ട് വലിച്ചു നീട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വന്നു. ഇത് നേരത്തെ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്നത് 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള PSC കേരള PSC ആണെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഇറങ്ങി വരുന്നത്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി യോഗ്യതയായിട്ടുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് വിളിച്ച സമയത്ത് നേരത്തെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 6-7 ലക്ഷം പേര് അപേക്ഷിച്ചിരുന്ന സമയത്ത് ഇപ്രാവശ്യം ഒരു 2.5 ലക്ഷം പേരാണ്. ഈ 2.5 ലക്ഷം പേരായി കുറഞ്ഞത് PSCയിലുള്ള വിശ്വാസ്യത ചെറുതായിട്ട് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. കാരണം ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരേ തസ്തികയിലേക്ക് പ്രിലിംസ് നടത്തുമ്പോൾ PSC തന്നെ 8-9 ലക്ഷം പേരെ ഒറ്റ ദിവസം ഇരുത്തി പരീക്ഷ നടത്തിയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സൗകര്യവും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇത് വലിച്ചു നീട്ടാൻ വേണ്ടി 6 സ്റ്റേജൊക്കെ ആയിട്ട് നടത്തുന്നത് എന്നറിയില്ല.
കാരണം ഈ 6 സ്റ്റേജായിട്ട് നടത്തുമ്പോൾ 3-4 മാസമൊക്കെ പ്രിലിംസിന് തന്നെ പോവാണ്. ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് നടന്നപ്പോ 1, 2, 4, 4, 6 ഈ സ്റ്റേജസ് എല്ലാം ഒരേ നിലവാരത്തിലുള്ള പരീക്ഷയായിരുന്നു. പക്ഷെ ഇതിനിടയിൽ അതേ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള 2 ലക്ഷം ഉദ്യോഗാർത്ഥികളും വേറൊരു 2 ലക്ഷം ഉദ്യോഗാർത്ഥികളും PSC ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷം പേരുള്ള പരീക്ഷ അതിന് 6 സ്റ്റേജ് ആക്കിയിട്ട് 2 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞ് പരീക്ഷ നടത്തി. ഈ ഒരേ തസ്തികയ്ക്ക് ഒരേ നിലവാരത്തിൽ പരീക്ഷ എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് 3ാം ഘട്ടത്തിനും 5ാം ഘട്ടത്തിനും മാത്രം മെയിൻ ലെവൽ പോലുള്ള ടൈറ്റ് ലെവൽ പരീക്ഷ. ബാക്കിയുള്ള എല്ലാ ചോദ്യപേപ്പറുകൾക്കും ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാമെന്നിരിക്കെ ഈ 2 ഘട്ടത്തിന് മാത്രം 50 പോലും തയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം. എന്നിട്ട് ഇതിന് അവസാനത്തെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ 6 സ്റ്റേജസിനും ഒറ്റ കട്ട് ഓഫ് ആണ് PSC ഇടുന്നത്. അതിൽ PSC പറയുന്ന ഒരു ന്യായം, ഞങ്ങൾ സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നുണ്ട്, നോർമലൈസേഷൻ നടത്തുന്നുണ്ട്. ഇത് ഉദ്യോഗാർത്ഥിക്ക് വിശ്വാസയോഗ്യമാവണമെങ്കിൽ പരീക്ഷ എഴുതിയ മാർക്കും നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷന് ശേഷമുള്ള മാർക്കും ഉദ്യോഗാർത്ഥിക്ക് കാണാനുള്ള ഒരു മാർഗം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ സ്കോർ കാർഡ് ഉണ്ട്. ആ സ്കോർ കാർഡ് പോലുള്ള ഒരു പരിഷ്കരണം ഇവിടെ കൊണ്ടുവരാൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കണം. മാർക്ക് നോർമലൈസേഷന് ശേഷം ഇപ്പൊ കഴിഞ്ഞ SIയുടെ പരീക്ഷയിൽ 43 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥി 54 കട്ട് ഓഫ് എന്ന ലിസ്റ്റിലുണ്ട്. പക്ഷെ അതിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറഞ്ഞത് നോർമലൈസേഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. ആ വിവരാവകാശം കയ്യിലുണ്ട്. നോർമലൈസേഷൻ നടത്താതെ എങ്ങനെയാണ് 43 മാർക്കുള്ള ഉദ്യോഗാർത്ഥി 54 കട്ട് ഓഫിൽ വന്നത്? മോഡറേഷൻ കൊടുക്കുന്ന പരിപാടിയാണെങ്കിലും അത് നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷനിൽ വരുന്നതാണ്. പക്ഷെ വിവരാവകാശത്തിൽ മറുപടി തന്നത് ഒറ്റഘട്ടമായതുകൊണ്ട് നോർമലൈസേഷൻ നടത്തേണ്ടി വന്നിട്ടില്ല. പിന്നെ 43 ഉള്ള ആള് 48 ഉണ്ട്, 54 ഉണ്ട്. ഇത് നോർമലൈസേഷൻ കൊടുക്കാതെ വരില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം, ഒരുപാട് സ്റ്റേജസ് നടത്തി പരീക്ഷ നീട്ടി വലിക്കരുത് എന്ന ഒരാവശ്യം. രണ്ടാമത്തെന്ന് പറയുന്നത് നോർമലൈസേഷന്റെ സ്കോർ ഉദ്യോഗാർത്ഥിക്ക് കാണാനുള്ള ഒരവസരം ഉണ്ടാക്കണം. പിന്നെ പല ചോദ്യങ്ങൾക്കും PSCക്ക് VEOയുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയുടെ പേരെന്താണ്? അവിടെ ഓപ്ഷനിൽ ഉച്ചലിത വൃഷ്ടി എന്നും സംവഹന വൃഷ്ടി എന്നും ഉത്തരവുണ്ട്. അന്ന് കൊടുത്ത ഉത്തരം ഉച്ചലിത വൃഷ്ടി. യഥാർത്ഥത്തിൽ ഈ ഉച്ചലിത വൃഷ്ടിയും സംവഹന വൃഷ്ടിയും ഒരേ പേര് തന്നെയാണ്. പക്ഷെ അടുത്ത ഫയർമാന്റെ പരീക്ഷയ്ക്ക് ഇവിടെ ഉച്ചലിത വൃഷ്ടി എഴുതിയ കുട്ടി ഈ PSCയെ വിശ്വസിച്ച് അവിടെ പോയിട്ട് ഉച്ചലിത വൃഷ്ടി എന്ന് എഴുതിയപ്പോൾ അന്ന് ഉത്തരം PSCയുടേത് സംവഹന വൃഷ്ടി. ഇങ്ങനെ PSC ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പലതന്തയ്ക്ക് വിളിക്കുന്ന ഒരു ഏർപ്പാട് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് ഒരു ആൻസറേ ഉള്ളൂ. അത് ഒന്നുകിൽ ഏതിലെങ്കിലും ഉറച്ചു നിൽക്കണം. 3 മാസത്തിനുള്ളിൽ ഇങ്ങനെ ഉത്തരത്തിൽ കാലുമാറി കഴിഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ പരീക്ഷയിൽ കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ട് അതിന് 140 എന്ന് കൊടുക്കാൻ പറ്റാത്തൊരു ചോദ്യകർത്താവാണെങ്കിൽ എന്തിനു നിലനിർത്തണം? അപ്പൊ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് PSC പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങളാവണം. അല്ലാതെ അവര് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് SLC തോറ്റത് കൊണ്ട് ആത്മഹത്യ ചെയ്തു, +2 തോറ്റത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് PSC ഉദ്യോഗാർത്ഥികളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതൽ കേൾക്കേണ്ടി വരും. അതിന് നിയമപരിഷ്കാര കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൂച്ചുവിലങ്ങിടുന്ന തരത്തിൽ സഹായിക്കണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന് ഏറ്റവും അവസാനമായിട്ടൊന്ന് പറയാനുള്ളതെന്ന് പറയുന്നത് തസ്തിക അറിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്തണം. LP UPക്കാണെങ്കിൽ അതിന് എത്രത്തോളം വേക്കൻസി വരുമെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്തണം. PSI പരീക്ഷയ്ക്ക് 6400 പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കറിയാം 6 മാസം കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് പഠിച്ചവനെ പുറത്തേക്ക് വിളിച്ചിട്ട് 14 സെക്കൻഡിൽ 100 മീറ്റർ ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നിലവിളി ശബ്ദമിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും. കാരണം ഫിസിക്കൽ പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ വർക്കൗട്ട് ചെയ്തവനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്കൽ തസ്തികയ്ക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഈ കുത്തിയിരുന്ന് പഠിച്ചവനെ ഒരു പഠിപ്പിയായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് 100 മീറ്റർ 14 സെക്കൻഡിൽ ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈ ജമ്പ് ചാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ ഇത്രയും വലിയൊരു കട്ട് ഓഫ് ഇട്ടിട്ട് ഈ 6400 പേരെ മാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉദ്യോഗാർത്ഥികളെ സ്വപ്നങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് മാത്രമാവും എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാൽ പോലും സംസ്ഥാനത്തിന്റെ നിയമപരിഷ്കാര കമ്മീഷൻ എന്നതിൽ PSCയുടെ ഡിസ്ക്രിഷണറി പവർ എന്നുള്ളതിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട്, കാരണം ഈ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അതിൽ നമ്മുടെയൊക്കെ മക്കളും ഉണ്ട് എന്ന ധാരണയോടുകൂടെ പരിഷ്കാരങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭരണഘടന
സ്ഥാപനം എന്നുള്ള നിലക്ക് ഭരണഘടന മുറുകെ പിടിക്കുന്ന ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ള നിലക്ക് കുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ടാവട്ടെ പരിഷ്കാരങ്ങൾ എന്നത് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേരെന്താ അവരുടെ പേരെന്താ? അവൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് ഒന്നും കൊടുത്താൽ നല്ലതാണ്. കാരണം ഞങ്ങൾ PSC ആയിട്ടും ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ PSC ആയിട്ടും കൂടി ഡിസ്കസ് ചെയ്യും. അല്ല, ആരായാലും മതി. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടണം. ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലാതെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഇൻ റൈറ്റിംഗ് കിട്ടണമെന്ന് അത് മാത്രമേ ഉള്ളൂ. ആരുടെ പേരിലായാലും മതി. ഇപ്പോൾ ഓക്കെ 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 ഓക്കെ. അടുത്ത